ജയചന്ദ്രൻ നോക്കൂ, കേരളത്തിലെ ഒരു MLA ആണ്. MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. 6 ദിവസമായി ഒളിവിലാണ്. ഒരു ഒളിത്താവളത്തിൽ നിന്ന് മറ്റൊരു ഒളിത്താവളത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് പുറകെയുണ്ട്. ഇപ്പോൾ ഇന്നലെ വരെ കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു റിസോർട്ടിലായിരുന്നു. അവിടെ പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് കടക്കുന്നു. ഒരാൾ ഓടിപ്പോകുന്നു. ഒരു കാർ ഉപേക്ഷിച്ച് മറ്റൊരു കാറിലേക്ക്, വീണ്ടും വേറൊരു കാറിലേക്ക്. നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിനേക്കാളും അമ്പരപ്പിക്കുന്ന ചേസ് നടക്കുകയാണ്, ഒളിച്ചോട്ടം നടക്കുകയാണ്. ആരാണ്? ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്, കേരളത്തിലെ ജനപ്രതിനിധിയാണ്. നാണക്കേട് കൊണ്ട് കേരളീയർക്ക് തല കുനിഞ്ഞു പോകുന്ന സാഹചര്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അഭിലാഷേ, ഞാൻ പൂർണ്ണമായും നിങ്ങളോട് യോജിക്കുന്നു. നോക്കൂ, അദ്ദേഹം ഒരു വ്യക്തിയല്ല. ഇന്ന് എൻ്റെ സുഹൃത്ത്, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ശ്രീകുമാർ സാറ് അങ്ങനെ പറയാൻ നിർബന്ധിതനായതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞ് ഗത്യന്തരമുള്ളൂ എന്ന് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഇന്ന് കോൺഗ്രസിലെയും വലിയൊരു വിഭാഗം നേതാക്കന്മാരുടെയും അണികളുടെയും പിന്തുണയോടെ തന്നെയാണ് അദ്ദേഹം ഇന്നും പ്രവർത്തിക്കുന്നതും നിലനിൽക്കുന്നതും. എന്തുകൊണ്ട് അദ്ദേഹം കർണാടക തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മാത്രമല്ല, പേരിന് നമ്മൾ പറയും അദ്ദേഹത്തെ പുറത്താക്കിയെന്ന്. ശ്രീകുമാർ സാർ, നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിനെ വിമർശിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന ചോദ്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇല്ല എന്ന് ഞാനും യോജിക്കുന്നു. പക്ഷേ എൻ്റെ ചോദ്യം, താങ്കൾ ഇക്കാര്യത്തിൽ CPM-നെയാണോ മാതൃകയാക്കുന്നത്? നോക്കൂ, നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറയുന്ന ഇതേ MLA നേരത്തെ നിരവധി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഭാര്യമാർ, നേതാക്കന്മാരുടെ മക്കൾ, ഉമാ തോമസ്, ഇന്ന് KK രമ, നമ്മൾ നേരത്തെ പറഞ്ഞ കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ഇവർക്കൊക്കെയുള്ള അനുഭവങ്ങൾ കോൺഗ്രസ് നേതൃത്വം മാത്രം അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? മാത്രമല്ല, സസ്പെൻഡ് ചെയ്തതിന് ശേഷവും അദ്ദേഹം കോൺഗ്രസിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് താങ്കൾ അംഗീകരിക്കുമോ? ഇത് കോൺഗ്രസിൻ്റെ ഗതികേട് കൊണ്ടാണോ, കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭയപ്പാട് കൊണ്ട് ആണോ എന്ന് മാത്രമേ ഇന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളൂ. നോക്കൂ, ഇന്ന് അടൂരിലെ ഒരു കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആപ്പീസ് പൂട്ടി ഓടേണ്ടി വന്നിരിക്കുന്നു. നോക്കൂ, ഈ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തത് കോൺഗ്രസിൻ്റെ നേതൃത്വമാണോ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഈ മനോരോഗത്തിന് അടിപ്പെട്ട നിങ്ങളുടെ MLA ആണോ? ഇന്ന് ഓടി ഒളിക്കുന്ന നേതാവാണോ? ഇതേ നീലപ്പെട്ടി വിവാദത്തിലും ഇദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടെ നിൽക്കാനും, ഇദ്ദേഹത്തിന് പെൺകുട്ടികളെ ചതിച്ച് കൂട്ടിക്കൊടുക്കാനും കൂടെ നിന്ന അതേ നേതാവിൻ്റെ പ്രവർത്തനങ്ങൾ കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാർക്ക് അറിയില്ലെന്ന് ശ്രീകുമാർ സാറെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നടപടിയെടുക്കപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയോ എന്താ പറയുക, മാറ്റത്തിന് വിധേയമാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ അകറ്റി നിർത്തപ്പെട്ട ഒരു നേതാവല്ല. പ്രത്യക്ഷവും പരോക്ഷവുമായ വിരലെണ്ണാവുന്ന നേതാക്കന്മാർക്ക് ഒരുപക്ഷെ വ്യക്തിപരമായ അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടാകാം. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അദ്ദേഹത്തിനൊപ്പമല്ലേ? ശ്രീകുമാർ സാർ, ഒരു ഇൻഡിവിജ്വലിന് കേരള പോലീസ് പോലെയുള്ളൊരു പോലീസ് സംവിധാനത്തെ വെട്ടിച്ചുകൊണ്ട് ഇത്രയും ദിവസം ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്ക് ഒളിവിൽ താമസിക്കാൻ കഴിയുമെന്ന് ശ്രീകുമാർ സാർ വിശ്വസിക്കുന്നുവോ? കേരളത്തിലെ പകല പോലീസ് സംവിധാനങ്ങളെയും സൈബർ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഓടി ഒളിച്ച് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? അതിർത്തിയിൽ നിന്ന് കാറുമാറി താൻ എത്തുമ്പോൾ അത് മാറാനുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് കേവലം ഒരു വ്യക്തിക്ക് സാധിക്കുമോ? അവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ പരോക്ഷവും പ്രത്യക്ഷവുമായ പിന്തുണയുണ്ട്. എന്തിന് അദ്ദേഹം കർണാടക തന്നെ തിരഞ്ഞെടുത്തു? അവിടെയും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു സമ്പൂർണ്ണമായ സുരക്ഷ ഉണ്ടാകുമെന്ന്, അല്ലേ? കർണാടകയിൽ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്. DK ശിവകുമാറിന്റെ തണലിലാണോ? അറിയില്ല. എന്തായാലും കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത്. കർണാടക ആഭ്യന്തരം കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്.